എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ആറ്റുവഞ്ചി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പരിചിതമായ മിമോസ പുട്ടിക്കാലിൽ എന്ന സസ്യത്തെക്കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും പെട്ടെന്ന് മനസ്സിലാകില്ല, എന്നാൽ തൊട്ടാൽവാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഫാബിയസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് തൊട്ടാവാടി. സ്വദേശം ബ്രസീലാണെങ്കിലും ഇന്ന് ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഇവയെ പരക്കെ കാണപ്പെടുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ. എല്ലാവർക്കും എപ്പോഴും അതിശയമായി തോന്നുന്ന ഒന്നാണ് തൊടുമ്പോൾ എങ്ങനെയാണ് ഇവയുടെ ഇലകൾ വാടുന്നതെന്ന്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇല തണ്ടിനോട് ചേരുന്ന ഭാഗങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ മുഴച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ കാണും. ഈ ഭാഗത്ത് കനം കുറഞ്ഞ കോശവിക്തിയുള്ള ധാരാളം ഭാഗങ്ങളുണ്ട്. അവ വെള്ളം സ്വീകരിച്ച് വീർത്തിരിക്കുന്നു. വെള്ളം വെളിയിൽ പോയാൽ അവ ചുരുങ്ങുന്നു. തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശനത്തിന് നേരെ പ്രതികരിക്കുന്ന ഒരു ചെടിയാണ്. സ്പർശിക്കുമ്പോൾ കനം കുറഞ്ഞ കോശഭിത്തികളിലെ ജലം തണ്ടിലേക്ക് കയറും. അതിന്റെ ഫലമായി കോശങ്ങൾ ചുരുങ്ങി ഉറപ്പു പോകുന്നു. ഏത് വസ്തു തൊട്ടാലും ഇലകൾ ചുരുങ്ങുന്നു. ഈ ചുരുങ്ങൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമാകുന്നു. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് പഴയ രൂപത്തിലാവുകയും ചെയ്യും. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയൊരു ഔഷധം കൂടിയാണ് തൊട്ടാവാടി. എന്നാൽ സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ ഇതിലെ മുള്ളുകൾ കയ്യിലും ശരീരഭാഗങ്ങളും കൊള്ളും കേട്ടോ.